ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു ചിക്കൻ ബിരിയാണി ആക്കിയാലോ. ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ട് വിചാരിക്കും ഞാനിതിൽ ആഡ് ചെയ്തതാണ്, പക്ഷേ അല്ല. എൻ്റെ വീട്ടിൻ്റെ കോനായിൽ നിന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ മരം മുറിക്കുന്നുണ്ട്, അതിൻ്റെ സൗണ്ടാണ് ഈ കേൾക്കുന്നത്. അത് കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ ചിക്കൻ ബിരിയാണി ആക്കാം അല്ലേ. ആദ്യം നമുക്ക് ചിക്കൻ കഴുകിയെടുക്കാം. നമ്മളൊരു 3-4 തവണ ചിക്കൻ കഴുകി ഊറ്റി വെച്ച് ആ കഴുകി വെച്ച ചിക്കനിലോട്ട് തൈര്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ നമുക്ക് അടുത്ത പണിയിലിട്ട് കിടക്കാം. ഉള്ളി, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കഴുകി അരിഞ്ഞു വെക്കാം. ആദ്യം ഉള്ളി അരിയും, എന്നിട്ട് തക്കാളിയും അരിഞ്ഞു വെക്കും. വേറെ പ്ലേറ്റിൽ അരിഞ്ഞു വെക്കുന്നത്. പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിൽ ഇടും. പിന്നെ കറിവേപ്പിലയും ഇടും. അതെല്ലാം മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കും. ഇനി നമുക്ക് ബിരിയാണി വെക്കാനുള്ള അരി എടുക്കാം. അത് ഒരു 2.5 ഗ്ലാസ് എടുത്ത്, പിന്നെ അതിന് കറക്റ്റായിട്ട് വെള്ളം ഒരു 2.5 ഗ്ലാസ്സിന് 4 ഗ്ലാസ് വെള്ളം എടുത്തു. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് അത് ചൂടാകാൻ വെക്കും. സാധാരണ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നാണ് പറയല് നമ്മൾ, പക്ഷേ 2.5 ഗ്ലാസ്സിന് 4 ഗ്ലാസ് വെള്ളം എടുത്തുള്ളൂ. അരി നന്നായി കഴുകി അരിച്ച് വെക്കാം. നമുക്ക് നമ്മുടെ ബിരിയാണിയിലേക്ക് ചേർക്കാനുള്ള കറുകപ്പട്ട ഇല പറിച്ചിട്ട് വരാം. ഇത് വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് നമ്മുടെ ആവശ്യത്തിന് പറിച്ചാൽ മതിയല്ലോ. ഇനി നമുക്ക് മസാലക്കൂട്ടുകൾ തയ്യാറാക്കാം. ആദ്യം പശു നെയ്യെടുത്ത് നമ്മുടെ അത് പറയാൻ വിട്ട്, നമ്മൾ കുക്കർ ബിരിയാണിയാണ് ആക്കുന്നത്. അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ കറുകപ്പട്ടയുടെ ഇല, പെരിഞ്ചീരകം, ഏലക്ക, പട്ട, ഗ്രാമ്പൂ ഇതൊക്കെ റെഡിയാക്കി വെക്കുക. പിന്നെ ആദ്യം അണ്ടിപ്പരിപ്പ് ഇടുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ പട്ട, ഗ്രാമ്പൂ അതും ചേർക്കുക. പിന്നെ പെരിഞ്ചീരകം, കറുകപ്പട്ടയുടെ ഇല, ഏലക്ക, മുന്തിരി ഇതൊക്കെ ചേർക്കുക. എന്നിട്ട് ഉള്ളി ഇടുക. ഉള്ളിയും നന്നായി വഴറ്റുക. കുറച്ച് സമയം ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ മുന്നേ ക്രഷ് ചെയ്ത് വെച്ച പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ അതിൽ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ അത് നന്നായി വഴറ്റി അതിലേക്ക് കുരുമുളക് പൊടി, മുളക് പൊടി, ഗരം മസാല ഇതൊക്കെ ചേർത്ത് നന്നായി വഴറ്റുക. അത് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ തക്കാളി ചേർക്കാം. തക്കാളിയും ചേർത്ത് അതും നന്നായി വഴറ്റുക. പിന്നെ ചിക്കൻ ഇടുക. ചിക്കനും ഒന്ന് മിക്സാക്കി നമ്മൾ കുക്കർ അടച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. കുറച്ച് സമയം കഴിഞ്ഞ് കുക്കർ തുറന്ന് ആ കഴുകി വെച്ച അരി അതിലേക്ക് ചേർത്ത് നമ്മൾ ചൂടാവാൻ വെച്ച വെള്ളം അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഗ്യാസ് ഓൺ ചെയ്ത് കുക്കർ മൂടി നമുക്കൊരു വിസിലിനായി വീണ്ടും കാത്തിരിക്കാം. അതിനിടയിൽ നമുക്ക് നമ്മുടെ കച്ചമ്പർ തയ്യാറാക്കാം. അതിനായി ഉള്ളി, ഒരു പച്ചമുളക്, പിന്നെ ഒരു കറിവേപ്പില, ഉപ്പും കൂടി മിക്സാക്കുക. നമ്മളങ്ങനെയാണ് ആക്കുന്നുള്ളൂ. വേണ്ടവർക്ക് ക്യാരറ്റ്, തക്കാളി ഇതൊക്കെ ചേർക്കാം. നമുക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അത് ഒഴിവാക്കുന്നു. നമ്മുടെ ബിരിയാണിയിലേക്കുള്ള വിസിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു വിസിൽ മതി നമ്മുടെ ഈ ബിരിയാണിക്ക്. കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ കുക്കർ തുറന്നു. ആഹാ, എന്താ ബിരിയാണി! ഇതാണ് നമ്മുടെ ടേസ്റ്റി കുക്കർ ബിരിയാണി. ഇനി നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് പകർത്താം. ഇനി ഈ കുക്കർ ബിരിയാണി ടേസ്റ്റ് ചെയ്യാം. എന്താ ടേസ്റ്റ്!